guys. അസൈൻമെൻറ്റ്സ് ഏകദേശം കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ചുകൂടി എഴുതാനുണ്ട്. അത് ഇന്ന് ഉച്ചത്തേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളൂ. ഇപ്പം 8:30 ആയി. 9 ആകുമ്പോഴത്തേക്കും കോളേജ് എത്തണം. വേഗം റെഡിയായിട്ട് ഫുഡ് കഴിച്ച് പോകാം. ഹലോ ഗായ്സ്, നമുക്ക് പെട്ടെന്നൊരു ഗെറ്റ് റെഡി ചെയ്യാം. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് കുറച്ച് ലിപ്സ്റ്റിക്. ഇതാണ് എൻ്റെ ഒരു സ്പ്രേ. റെഡിയായി. എൻ്റെ ബാഗ് കൊടുത്ത് കോളേജിൽ പോവാം ഗായ്സ്. മേലാണ് മോനേട്ടാ ഇത് യൂട്യൂബിൽ വരും. ആ യൂട്യൂബിൽ വന്ന മോനേട്ടന് കാണാം. ഇൻസ്റ്റഗ്രാമിലാകുമ്പോഴല്ലേ കാണാൻ പറ്റാത്ത. ഇത് കാണാം നമുക്ക്. ക്ലാസ് എടുക്കാണ്. ഇപ്പൊ നമുക്ക് ബ്രേക്ക് ആയിരുന്നു. ഫുഡ് കഴിച്ചു. ആക്ച്വലി നമുക്ക് 1 hour ബ്രേക്ക് ഉണ്ട്. ഹോസ്റ്റലിൽ വന്ന് ഫുഡ് കഴിച്ചൊന്ന് കിടന്നിട്ടൊക്കെ പോകുന്ന ടൈമുണ്ട്. സോ ഇപ്പം 1:30 ആയി. 2 ആകുമ്പോൾ നമുക്കിന്ന് ക്ലാസ് ഉണ്ട്. തിയറി ക്ലാസ്. സാധാരണ ലാബാണ് ഉണ്ടാവാറ്. ഇന്ന് തിയറി ക്ലാസ് ആണ്. തിയറി ക്ലാസ്സിന് പോകും. നാളെ നമുക്ക് വൈവ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ BP നോക്കാൻ പോവാണ്. BP നോക്കാൻ പോവാം ഗൈസ്. യെസ്, നിങ്ങൾ BP നോക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ വെച്ച് 4 പേരെ ഉണ്ടാവുള്ളൂ ചെയ്യാൻ. നോക്കുമ്പോൾ ക്ലാസ് മൊത്തം ഇവിടെ ഉണ്ട്. ക്ലാസ് മൊത്തം ഇവിടെ ഒന്ന് BP നോക്കുകയാണ്. അപ്പോൾ ഒരു പാസ്സാവണ്ടേ ഗൈസ്? പാസ്സാവും. എക്സാമിന് തലേന്നാണ് ഗൈസ് പഠിക്കാൻ വരുന്നത്. ഇവരൊക്കെ പണ്ടേ പഠിച്ചിട്ടുള്ള പിള്ളേരാണ്. ഇവരൊന്നും വിശ്വസിക്കില്ല. എക്സാമിൻ്റെ തലേന്നാണ് എല്ലാവർക്കും ബോധം വരുന്നത് BP നോക്കാൻ അറിയില്ലാന്ന്. എന്നിട്ട് ഇവരെല്ലാവരും BP നോക്കാൻ പഠിക്കുകയാണ്. ഞാനും പഠിക്കണം. നമ്മൾ BP എടുക്കാൻ പോവാണ്. ഞങ്ങൾ വലിയ മെയിനായിട്ട് BP നോക്കാൻ വന്നപ്പോൾ ഇത് പൊട്ടിപ്പോയി ഗൈസ്. ഇത് പൊട്ടിയിട്ടാണ്. ഇത് പോന്നോ ഗൈസ്? ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. പുതിയത് കിട്ടി. എന്നിട്ട് പുതിയത് കിട്ടി. ഈ സമയം അടച്ചു. നമുക്ക് അൽസൈനിൽ പോവാ ഗായ്സ്. മജീദേ, ക്ലാസ് കഴിഞ്ഞു. എന്നാൽ ഹാലേൻ്റെ ഒക്കെ ട്രീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അൽസൈനിൽ പോവാണ് ഗായ്സ്. എനിക്ക് നാണം ഗായ്സ്. ഞങ്ങൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. മാഗിയാണ്. ചായ. എനിക്ക് മാഗി വേണ്ട. നാളെ നമുക്ക് വൈവയുണ്ട്. എല്ലാവരും പഠിക്കാനും. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം നമുക്ക് പഠിക്കാം. ഹായ് ഗൈസ്, ഇപ്പോൾ ഞങ്ങളാണ് ബ്ലോഗ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമ്മുടെ പ്രശസ്തയും അതിലുപരി സെലിബ്രിറ്റിയുമായ ഹന്ന മജീദിനെയാണ് നമ്മളിപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഓണർ വന്നിരിക്കുന്നു. ഹായ് ഓണർ.
ഈ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി ആൻഡ് ഐ ഗോട്ട് ഇൻ ടു മൈ സ്കിൻ കെയർ റൂട്ടീൻ. കാര്യമായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻസ് ഒന്നും ഇല്ല എനിക്ക്. ഞാനിപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിൽ അതെങ്കിലും ചെയ്യും. ആൻഡ് അതല്ലെങ്കിൽ ഐ ഡു ഈ ജെയ്ഡ് റോളറും ക്വാഷ സ്റ്റോണും വെച്ചിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കിടക്കുന്നതിന് മുമ്പ്. ബിക്കോസ് ഐ ഹാവ് ഫേസ് ഫാറ്റ്. അതുകൊണ്ട് ഐ ഡു ദിസ്. നല്ല രസമാണ് ചെയ്ത് കഴിയുമ്പോൾ. ഒരു ഐ ഡോണ്ട് നോ ഇഫ് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോയെന്ന്, ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. ഐ ഫീൽ ഗുഡ് ഇത് ചെയ്യുമ്പോൾ. അത്രേ ഉള്ളൂ. ഇത് കുറച്ച് വളരെ വളരെ റീസെൻ്റ്, ഐ തിങ്ക് 1 വീക്ക് എന്തോ ആയിട്ട് ഞാൻ ചെയ്യുന്ന റൂട്ടീനാണിത്. ആൻഡ് ഇറ്റ് ഫീൽസ് ഗുഡ്. മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് നൈറ്റ് ഞാൻ ജേർണൽ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ബിക്കോസ് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ടൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും ഒന്നും നടക്കാറില്ല. അതർവൈസ് ഐ ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്യും. ആൻഡ് ദിസ് ക്യാൻഡിൽ ഈ വീഡിയോയ്ക്ക് എസ്തെറ്റിക് പേർപ്പസിന് വേണ്ടി ഞാൻ കത്തിച്ച് വെച്ചതാണ്. അതർവൈസ് സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ നൈറ്റ് കിടക്കുന്നതിന് മുമ്പോ ആയിട്ട് ഐ ഡു ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കും. അല്ലെങ്കിൽ ചന്ദനത്തിരി ഓർ വാട്ട് എവർ, ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഡേ ഇൻ മൈ ലൈഫ് ഇൻ നൈറ്റ് കെയർ റുട്ടീൻ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദിസ് ഈസ് മൈ ഡേ, യൂഷ്വൽ ഡേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, വെൽക്കം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Share to all of your friends. Bye.